ഇന്ന് നമുക്കൊരു അടിപൊളി ഐറ്റം പരിചയപ്പെടാം. ഒരു കുറഞ്ഞ വിലയ്ക്കുള്ള ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി വർക്കൗട്ട് പുട്ട് കിട്ടുന്ന 1000 രൂപയുടെ താഴെ മാത്രം ബജറ്റുള്ള ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. ഇത് ഒരു ഓപ്പൺ ബോക്സ് റിവ്യൂ ഒന്നുമല്ല. ഇത് ഞാൻ കഴിഞ്ഞ 9 മാസങ്ങളായിട്ട് ഈ ഒരു സാധനം ഞാൻ ഉപയോഗിക്കുകയാണ്. സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയത്. സോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബോക്സ് ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 850 രൂപ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില എന്ന് പറഞ്ഞാൽ. 1 വർഷത്തെ വാറന്റിയോടെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. കണ്ടോ? അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു സാധനം മേടിക്കുമ്പോൾ കിട്ടുക. പ്രധാനമായിട്ടും ഇതിന്റെ ഒരു പാക്കിങ് തന്നെ കണ്ടോ, ഇങ്ങനെ ഒരു അടിപൊളി പാക്കിങ്ങിലാണ് അവർ തരുന്നത്. അതിന്റെ കവറും കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ആമസോണിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചത്. ആമസോണിന്റെ പാക്കിങ്ങും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു സാധനം. കണ്ടോ, നമ്മുടെ ഉള്ളം കയ്യിൽ നമുക്ക് പിടിക്കാൻ പറ്റിയ ഒരു ഡിസൈനൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സാധനത്തിന്, ഈ ഒരു കുഞ്ഞു സാധനത്തിന് എത്രത്തോളം ബാസ് ട്രബിള് കമ്പൈൻഡ് ആയിട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട് തരാമെന്ന് നമ്മൾ വിചാരിക്കുന്നു, ആ പെർഫെക്റ്റ് ഔട്ട്പുട്ട് ഈ ഒരു ചെറിയ സാധനത്തിന് തരാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പേര് ബോട്ട് സ്റ്റോൺ 180 എന്നാണ്. പ്രൊഡക്റ്റ് വരുന്നത് 1 വർഷത്തെ വാറന്റിയോടുകൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഞാൻ സിനിമ ഒക്കെ കാണുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ തിയേറ്ററിൽ പോയി കാണാതെ OTT വരുന്ന സിനിമകൾ കാണുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു സാധനം എൻ്റെ ഈ ചെയറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് ഫാൻ ഓൺ ചെയ്യും. അപ്പോൾ ഫാൻ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ തിരിയുമ്പോഴത്തേക്ക് ആ സൗണ്ടിൻ്റെ ആ ഒരു വേരിയേഷൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കണക്ട് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് 4 ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് പവർ ഓൺ, പിന്നെ വോളിയം അപ്പ്, വോളിയം ഡൗൺ, പിന്നെ പ്ലേ പോസ്. ഈ 4 ബട്ടൺസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ പവർ ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. ഇത് കണക്ട് ചെയ്യുന്നതും വളരെ എളുപ്പമാണ്. നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുക, ബോട്ട് സ്റ്റോൺ 180 എന്ന് കാണിക്കും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മാത്രം മതി. അറ്റ് ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റന്റിൽ ഇത് കണക്ട് ആയി കിട്ടും. ഇനി ഇതിന്റെ വർക്ക്, ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ബേസിക് വോളിയത്തിലാണ് ഈ ഒരു സാധനം ഉള്ളത്. എഫക്റ്റീവ് ബാസ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട്, ഞാനൊരു കുറച്ച് ഗിജിന്റെ ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഒരു ബാസ് ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന്റെ ട്രബിൾ ബാസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിലയ്ക്ക് ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. സോ നമുക്ക് അടുത്തൊരു ട്രാക്ക് കേൾക്കാം. വോളിയം ഇപ്പൊ കുറവാണ്. ഞാൻ വോളിയം കൂട്ടി കാണിച്ചു തരാം. മാക്സിമം വോളിയം എത്തുമ്പോഴത്തേക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടും. ബാക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എഫക്റ്റ് ആണ് ശരിക്കും. കണ്ടോ, ഇതിന്റെ ഒരു കമ്പൈൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ, അത് ബാസ്റ്റബിൾ കമ്പൈൻഡ് കോമ്പിനേഷൻ, ഇത്രയും ഒരു ചെറിയ സൗണ്ട് സിസ്റ്റത്തിലാണ് നമുക്ക് ഇത്ര ഒരു ഔട്ട്പുട്ട് തരാൻ പറ്റുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചതും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 850 രൂപ മാത്രമാണ് ഇതിന്റെ വില വരുന്നത്. നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്ന, നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാനായിട്ട്, അതായത് ലോൺലി ആയിട്ടൊക്കെ ഇരുന്ന് ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇതിന്റെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. ഇപ്പോഴത്തെ ഉള്ള ബ്ലൂടൂത്ത് സ്പീക്കേഴ്സിനെ പോലെ തന്നെ ലൈറ്റ്സ് അങ്ങനെയുള്ള, അതായത് ഫാൻസി ലൈറ്റ്സ് അങ്ങനെയൊന്നും ഇതിനകത്തില്ല. ദിസ് ഇസ് ജസ്റ്റ് ബേസിക്. ഇതിന്റെ സൗണ്ടിന് മാത്രമാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാനുള്ള ലിങ്ക്, ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റുകളായിട്ട് നമ്മളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.